2003 ഫെബ്രുവരി 14 ഗുജറാത്തിലെ അഹമ്മദാബാദ്. വിവാഹം കഴിഞ്ഞ് 3 മാസം മാത്രം പിന്നിട്ട തരുൺ സജിനി ദമ്പതികളുടെ വീട്ടിൽ. അന്നേ ദിവസം അനിയന്റെ വീട്ടിലേക്ക് അത്യാവശ്യമായി പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് തരുൺ ഇറങ്ങി. ഏതാണ്ട് 10 മിനിറ്റോടുകൂടി സജിനിയും പെട്ടെന്ന് അന്നേ ദിവസം ജോലിക്ക് പോകാനുള്ള തിരക്കിൽ ഓഫീസിൽ അന്നേ ദിവസം ഒരുക്കങ്ങൾ ആരംഭിച്ചു. തങ്ങളുടെ ബെഡ്റൂമിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സജിനി പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ട് ഹാളിലേക്ക് നടന്നുപോയി. ആളിന് ചുറ്റും നോക്കിയിട്ട് സജിനി ആരെയും കണ്ടില്ല. പെട്ടെന്നായിരുന്നു സജിനിയുടെ പിന്നിൽ നിന്ന് ഒരു ഷാൾ വന്ന് സജിനിയുടെ കഴുത്തിൽ ശക്തമായി മുറുക്കുന്നത്. ശക്തമായ മുറുക്കൽ കൊണ്ട് തന്നെ സജിനിക്ക് പെട്ടെന്ന് നിലവിളിക്കാനോ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കാനോ സാധിച്ചില്ല. എങ്കിൽ പോലും സാധിക്കുന്നത്ര ഒരു അതിജീവനത്തിന് സജിനി ശ്രമം നടത്തി. പക്ഷേ ആ കൊലപാതകിയുടെ ശക്തിക്ക് മുന്നിൽ സജിനിക്ക് കീഴടങ്ങേണ്ടി വന്നു. സജിനി കൊല്ലപ്പെട്ടു. ഏതാണ്ട് 15 മിനിറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ എത്തിയ സജിനിയുടെ ഭർത്താവ് തരുൺ വീട്ടിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ കണ്ടത് അലങ്കോലമായി കിടക്കുന്ന വീടിന്റെ അകത്തളങ്ങളാണ്. വളരെ അച്ചടക്കത്തോടെയാണ് സജിനിയും താനും ഈ വീട് സംരക്ഷിച്ചിരുന്നത്. ഈ കുറഞ്ഞ സമയം, ഒരു 15 മിനിറ്റിനകം, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? അദ്ദേഹം ഒന്ന് ചെറിയ ആശങ്കയോടെ ചുറ്റും നോക്കി. പെട്ടെന്ന് അദ്ദേഹം തന്റെ ബെഡ്റൂമിലേക്ക് നീങ്ങി. തന്റെ ഭാര്യ സജിനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു. ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന തരുൺ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. തന്റെ പ്രിയപ്പെട്ട പത്നി ഇതാ കൊല്ലപ്പെട്ട് കിടക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് തരുണിന് പെട്ടെന്ന് മനസ്സിലായില്ല. അദ്ദേഹം ഈ കാഴ്ച കണ്ട ഉടനെ തന്നെ സ്തംഭിച്ചു പോയി. പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്ന തരുൺ ഉടൻ തന്നെ ഫോൺ എടുത്ത് തന്റെ അനിയനെ വിവരം അറിയിച്ചു. തുടർന്ന് കരഞ്ഞവശനായ തരുൺ ഉടൻ തന്നെ അയൽവാസികളെയും വിവരം അറിയിച്ചു. നിമിഷ നേരം കൊണ്ട് തരുണിന്റെ വീട് ഒരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമായി മാറി. അയൽവാസികളും നാട്ടുകാരും പരിചയക്കാരും ബന്ധുക്കളും എല്ലാവരും ഇപ്പോൾ തരുണിന്റെ വീട്ടിലുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് സജിനിയുടെ ഡെഡ് ബോഡി റൂമിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നത്. ഡെഡ് ബോഡി പൂർണ്ണമായും കണ്ട തരുൺ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് താഴെ വീണു. എല്ലാവരും അദ്ദേഹത്തെയും കൊണ്ട് ആശുപത്രിയിലേക്ക് കുതിച്ചു. ഉടൻ തന്നെ അയൽപ്പക്കത്തെ ചില കാരണവന്മാർ അപ്പോൾ തന്നെ പോലീസിൽ ഈ സംഭവങ്ങളെ കുറിച്ച് വിളിച്ചറിയിച്ചു. ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു. ഒട്ടും വൈകാതെ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് അവരുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു. തുടർന്ന് സജിനിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു. തുടർന്ന് പിറ്റേ ദിവസം സജിനിയുടെ ബോഡി ഒരു തീഗോളമായി മാറുന്നു. ഇതിനോടകം തന്നെ പോലീസ് കേസന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് എല്ലാ തലത്തിലും അന്വേഷണം ആരംഭിച്ചു. സജിനിയുടെ ബന്ധുക്കൾ, അയൽവാസികൾ, സഹപ്രവർത്തകർ, ഭർത്താവ് തരുൺ എല്ലാവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. തരുൺ വീട്ടിൽ നിന്ന് പോയി അരമണിക്കൂറിനുള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പോലീസിന് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടു. ആ സമയത്ത് തരുൺ സഹോദരനായ അരുണിന്റെ വീട്ടിലായിരുന്നു എന്ന തരുണിന്റെ മൊഴിയും പോലീസിന് ബോധ്യപ്പെട്ടു. തുടർന്ന് ഇതൊരു മോഷണ ശ്രമമാണോ എന്നാണ് പോലീസ് അന്വേഷിച്ചത്. സജിനിയുടെ കഴുത്തിലെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്. അലമാരയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുമുണ്ട്. അതിലുണ്ടായിരുന്ന പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പോലീസ് ആ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ഇതൊരു മോഷണ ശ്രമത്തിനടുക്ക് നടന്ന കൊലപാതകമായിരിക്കാം എന്ന് തന്നെയാണ്. എങ്കിൽ പോലും പരിപൂർണമായി വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും ആ വീട്ടിൽ നിന്നോ അലമാരയിൽ നിന്നോ നഷ്ടപ്പെട്ടിരുന്നില്ല.
നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത സാധനങ്ങളായിരുന്നു അലമാരയിൽ ഉണ്ടായിരുന്നത്. അതിനർത്ഥം കൊലപാതകിക്ക് സജിനിയിൽ നിന്ന് അല്ലെങ്കിൽ ആ റൂമിൽ നിന്ന് മറ്റെന്തോ വസ്തു ലക്ഷ്യമാക്കിയാണ് മോഷണ ശ്രമം നടന്നത് എന്ന് തന്നെയാണ് പോലീസ് നിഗമനത്തിലെത്തിയത്. ഇതിനിടയ്ക്ക് പോലീസ് ഡോഗ് സ്ക്വാഡ് നിന്ന് സ്ഥലത്ത് പരിശോധന ആരംഭിച്ചപ്പോൾ പുറത്ത് കൂട്ടം കൂടി നിന്ന ജനങ്ങളെ നോക്കി കുരക്കാൻ ആരംഭിച്ചു. ഇതേസമയം സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സജിനിയുടെ അമ്മ ആ നായ്ക്കൾ നോക്കി കുറിച്ചത് തരുണിന്റെ അമ്മയായ അന്നമ്മയെ നോക്കിയിട്ടാണ് എന്നത് ശ്രദ്ധിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അന്നമ്മയിൽ സജിനിയുടെ അമ്മയുടെ ഈ നോട്ടം ഒരു വെപ്രാളമുണ്ടാക്കി. എങ്കിൽ പോലും സജിനിയുടെ അമ്മ പെട്ടെന്ന് അത് അത്ര കാര്യമാക്കിയെടുത്തില്ല. അങ്ങനെ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വിവാഹ സമ്മാനമായി ലഭിച്ച ആഭരണങ്ങളും പണവും തരുണിന്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം സജിനി തരുണിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു ഈ ഒരു മാറ്റം നടന്നിരുന്നത്. അന്വേഷണം പുരോഗമിക്കവേ പോലീസ് ഒരു കാര്യം മനസ്സിലാക്കി. കൊലപാതകിയുടെ ലക്ഷ്യം പണമോ സ്വർണമോ ആയിരുന്നില്ല, അത് സജിനി തന്നെയായിരുന്നു. എങ്കിൽ പോലും അന്വേഷണത്തിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതിയൊന്നും സംഭവിച്ചില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഏതാണ്ട് 10 വർഷത്തോളമായിട്ടും കൊലപാതകിയുടെ വിവരം ലഭിക്കാത്തത് സജിനിയുടെ വീട്ടുകാരെ, പ്രത്യേകിച്ചും രക്ഷിതാക്കളെ ഏറെ നിരാശരാക്കി. അതേസമയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ തെളിവുകളോ മറ്റു കാര്യങ്ങളോ ലഭിക്കാത്തതിനാൽ അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ വരെ കാര്യങ്ങളെത്തി. ഈ സമയത്തായിരുന്നു സജിനിയുടെ പിതാവ് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിക്ക് ഈ അന്വേഷണം അവസാനിപ്പിക്കരുതെന്നും ഒരു പുനരന്വേഷണം ആവശ്യമാണെന്നും പറഞ്ഞ് നിവേദനം നൽകിയത്. ഇതോടെ ഗവൺമെന്റ് മുൻകൈയെടുത്ത് കേസ് വീണ്ടും അന്വേഷിക്കാൻ നരേന്ദ്രമോദി ഉത്തരവിട്ടു. അങ്ങനെയാണ് ഈ കേസിലേക്ക് DCP ആയിരുന്ന ദീപൻ ഭരതൻ വരുന്നത്. അദ്ദേഹത്തിനായിരുന്നു ഈ കേസ് പുനരന്വേഷണത്തിനുള്ള ഉത്തരവാദിത്വം. കാര്യങ്ങളെല്ലാം പഠിച്ച ശേഷം DCPക്ക് തരുണിന്റെ വീട്ടുകാരെ കുറിച്ച് ചില സംശയങ്ങൾ അങ്ങിങ്ങായി തോന്നുകയുണ്ടായി. അതേ തുടർന്ന് DCPയുടെ നിർദ്ദേശപ്രകാരം തരുണിന്റെ അമ്മ അന്നമ്മയെ രഹസ്യമായി നിരീക്ഷിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ അന്നമ്മയുടെ ഫോൺ കോൾ ട്രാക്ക് ചെയ്ത സമയത്ത് ഇടയ്ക്കിടെ അന്നമ്മയ്ക്ക് പ്രവീൺ പട്ലി എന്നൊരാൾ വിളിക്കുന്നതായി അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രവീണിന്റെ മക്കളെയും ഭാര്യയെയും രഹസ്യമായി ഇടയ്ക്കിടെ അന്നമ്മ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നും വിവരം ലഭിച്ചു. ഉടൻ തന്നെ അന്വേഷണ സംഘം ഈ പ്രവീണിനെ കുറിച്ചുള്ള ഒരു വിശദമായ അന്വേഷണം തന്നെ നടത്തി. അഹമ്മദാബാദിലെ ഒരു പ്രൈവറ്റ് സ്കൂളിലെ PT അധ്യാപകനാണ് ഈ പ്രവീൺ. അതേസമയം പ്രവീണിന്റെ മൊബൈൽ നമ്പറിന്റെ ലൊക്കേഷൻ കാണിച്ചത് ബാംഗ്ലൂരിലായിരുന്നു. എന്തായാലും കിട്ടിയ വിവരങ്ങൾ അടിസ്ഥാനമാക്കി പോലീസ് അഹമ്മദാബാദിലെ ഈ പ്രൈവറ്റ് സ്കൂളിൽ ചെന്ന് അന്വേഷണം നടത്തിയപ്പോൾ അവിടെയുള്ള യഥാർത്ഥ പ്രവീൺ ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആളാണെന്ന് മനസ്സിലായി. അന്വേഷണത്തിനിടയിൽ ഈ പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപകനായ പ്രവീൺ മറ്റൊരു കാര്യം പോലീസിനോട് പറഞ്ഞു. തന്റെ എല്ലാ ഡോക്യുമെന്റ്സുകളും 15 വർഷം മുമ്പ് നഷ്ടമായി എന്നും ഇപ്പോൾ കൈവശമുള്ളത് അതിന്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികളുമാണ് എന്നും സ്കൂളിലെ യഥാർത്ഥ പ്രവീൺ എന്ന PT അധ്യാപകൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. യഥാർത്ഥ പ്രവീൺ എന്ന ആളുടെ ഈ മൊഴി കേട്ടതും നേരത്തെ നോക്കിയ ബാംഗ്ലൂരിലെ ലൊക്കേഷനും കണ്ടപ്പോൾ DCPക്ക് സംശയങ്ങൾ ഒന്നുകൂടി വർദ്ധിച്ചു. അതായത് സജിനിയുടെ യഥാർത്ഥ കൊലപാതകി ഒരു പാവപ്പെട്ട PT അധ്യാപകനായ പ്രവീൺ എന്ന ഒരു ചെറുപ്പക്കാരന്റെ വ്യാജ ഐഡന്റിറ്റി ഉപയോഗിച്ച് ബാംഗ്ലൂരിൽ മറ്റൊരിടത്ത് സുഖമായി ജീവിക്കുന്നു എന്നാണ് DCP ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞത്. ഉടൻ തന്നെ അന്വേഷണ സംഘം ആ ലഭ്യമായ ബാംഗ്ലൂരിലെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ എത്തിച്ചേർന്നത് ബാംഗ്ലൂരിലെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ്. അവിടെ എത്തിയ അന്വേഷണ സംഘം ഫ്ലാറ്റിലെ ആ വാതിലിൽ മുട്ടി.
വാതിൽ തുറന്നത് നിഷ എന്നൊരു സ്ത്രീയായിരുന്നു. അവരുടെ ഭർത്താവിന്റെ പേര് പ്രവീൺ എന്നാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിനിടയിൽ മനസ്സിലാക്കിയെടുത്തു. ഭർത്താവിന്റെ ഫോട്ടോ ഒന്നോ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആരാഞ്ഞപ്പോൾ നിഷ പറഞ്ഞത് ഭർത്താവിന് ഫോട്ടോ എടുക്കാനൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ തന്റെ പക്കലോ വീട്ടിൽ മറ്റെവിടെയെങ്കിലോ ഭർത്താവിന്റെ ഫോട്ടോ ഇല്ല എന്നായിരുന്നു നിഷ മറുപടി നൽകിയത്. എങ്കിൽ പിന്നെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ വിലാസം നൽകാമോ എന്നായി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം. എന്തായാലും അത് തീർച്ചയായിട്ടും നൽകാമെന്ന് നിഷ മറുപടി പറയുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ ആ വിലാസം തേടി പോകുകയും ചെയ്തു. ഒട്ടും വൈകിയില്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ ആ വിലാസത്തിലെ ഓഫീസിലെത്തി. ആ ഓഫീസിലെ പ്രവീൺ എന്ന പേരിൽ ജീവിക്കുന്ന ആ മനുഷ്യൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തി. പോലീസിനെ കണ്ടതും അയാള് വല്ലാതെ വിയർക്കാൻ തുടങ്ങി. DCP ഉടൻ തന്നെ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഷേക്കൻഡ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്താ തരുൺ, സുഖമല്ലേ എന്നായിരുന്നു DCP പറഞ്ഞത്. എന്താ തരുൺ, സുഖമല്ലേ, നമുക്ക് തിരികെ ഹൈദരാബാദിലേക്ക് പോയാലോ എന്നായിരുന്നു DCP പ്രവീണിനോട് പറഞ്ഞത്. അതെ, സജിനിയെ കൊലപ്പെടുത്തിയ ഭർത്താവ് തരുണായിരുന്നു അത്. തരുണാണ് ഇത്രയും വർഷം പ്രവീണായി വേഷം കെട്ടി ബാംഗ്ലൂരിൽ ജീവിച്ചത്. പോലീസ് ഉടൻ തന്നെ തരുണിനെ അറസ്റ്റ് ചെയ്ത് അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോയി. എന്തിനായിരുന്നു തരുൺ സജിനിയെ കൊലപ്പെടുത്തിയത്? അതിന് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. തരുൺ നല്ലൊരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു. പലയിടത്തും പല മത്സരങ്ങളിൽ തരുൺ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഏതോ ഒരു മത്സരത്തിൽ വെച്ച് പങ്കെടുക്കുമ്പോൾ തമ്മിൽ പരിചയപ്പെട്ട അനിത എന്ന കുട്ടിയുമായി തരുൺ പ്രണയത്തിലായി. വിവാഹം കഴിക്കാൻ തരുൺ ആഗ്രഹിച്ചെങ്കിലും തരുണിന്റെ അമ്മ അതിനെ ശക്തമായി എതിർത്തു. ഈ വിവരങ്ങൾ അനിതയുടെ വീട്ടിൽ അറിഞ്ഞതോടുകൂടി അനിതയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് അനിതയുടെ മാതാപിതാക്കൾ തീരുമാനപ്പെടുത്തു. അങ്ങനെ ഇരിക്കെയാണ് തരുണിന്റെ അമ്മ എത്രയും പെട്ടെന്ന് തരുണിന്റെ സജിനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അനിത തരുണിനെ ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു തന്റെ ജീവിതം തകർന്നുവെന്നും വിവാഹബന്ധം വേർപെടുത്താൻ പോകുകയാണെന്നും തരുണിനെ അനിത വിവരമറിയിച്ചു. ഈ ഒരു സംഭവമാണ് ഒന്നും അറിയാത്ത എന്ന കുട്ടിയുടെ കൊലപാതകത്തിന് മൂലകാരണമായ സംഭവം. തരുണിന്റെ ചിന്തയിൽ പല കാര്യങ്ങൾ വന്നു. ഏറെ സ്നേഹിച്ചിരുന്ന അനിത ഇതിനോടകം തന്നെ ഫ്രീ ആയിരിക്കുന്നു. തനിക്ക് ഇനി അവളെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാൻ കഴിയും. പക്ഷേ അവിടെ തടസ്സമായി നിൽക്കുന്നത് തന്റെ ഭാര്യയായ സജിനിയാണ്. ഒരു വേള സജിനി പിരിഞ്ഞു പോയെങ്കിൽ എന്നാഗ്രഹിച്ചിട്ടാവണം തരുൺ തന്റെ മുൻകാലങ്ങളിലെ പ്രണയത്തെക്കുറിച്ച് സജിനിയോട് പറഞ്ഞു. പക്ഷേ വളരെ ബോൾഡായിരുന്നു സജിനി പറഞ്ഞു അതെല്ലാം വിവാഹത്തിന് മുന്നേയുള്ള കാര്യങ്ങളാണ്, അതൊന്നും തനിക്ക് അറിയേണ്ടെന്നും അത്തരം വിവാഹത്തിന് മുന്നേയുള്ള യാതൊരു കാര്യങ്ങളിലും തന്നെ നിരാശപ്പെടുത്തുകയില്ല എന്നും അറിയിച്ചു. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ഭാര്യ പെരുമാറുമ്പോൾ ഭർത്താക്കന്മാർക്ക് സന്തോഷം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഇവിടെ തരുണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെയേറെ നിരാശനാകുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം ഇതല്ല അവിടുന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഒരു പിരിഞ്ഞുപോക്ക്, ഒരു വേർപിരിയൽ ഇതൊക്കെയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ സജിനിയുടെ ബോൾഡ്നെസ് അതിനെല്ലാം അട്ടിമറിച്ചു. ഇതോടെ സജിനി ഇനി തന്നെ ഒരിക്കലും വിട്ടുപോകില്ല എന്നൊരു തോന്നൽ തരുണിന്റെ മനസ്സിൽ ഉടലെടുക്കുകയാണ്. ആ തോന്നൽ തന്നെയാണ് സജിനി എന്ന ഒരു പാവം കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് എത്തിച്ചതും. അന്ന് അനുജന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു പുറപ്പെട്ട തരുൺ വളരെ വേഗം മടങ്ങി വന്ന് സ്വന്തം വീടിന്റെ പിൻവാതിലിലൂടെ പ്രവേശിക്കുകയായിരുന്നു. തുടർന്ന് ഹാളിലേക്ക് എത്തിയ സജിനിയെ പിന്നിൽ നിന്ന് ഷാള് മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കൊലപാതകം ഒരു മോഷണ ശ്രമത്തിനിടെ സംഭവിച്ചതാണെന്ന് തോന്നിക്കാൻ വേണ്ടിയാണ് ആ വീട്ടിലെ സകല സാധനങ്ങളും വലിച്ചു വാരി ഇട്ടിരുന്നത്. കൊലപാതകത്തിന് ശേഷം തരുൺ അനിതയെ വിളിച്ചു. സജിനിയുടെ സ്വർണവും പണവും ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാമെന്ന് അനിതയോട് തരുൺ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ സംഭവം കേട്ട അനിത അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അനിത പറഞ്ഞു എനിക്ക് തരുണുമായി ജീവിക്കാൻ യാതൊരു താല്പര്യമില്ല എന്നും മേലിൽ ഈ ഫോണിലേക്ക് വിളിക്കരുതെന്നും അനിത ഇതിനോടകം തരുണിനെ താക്കീത് ചെയ്തു. അനിതയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിൽ ഒരുപാട് ശരികളുണ്ട്.
അനിതയ്ക്ക് വേണ്ടി ഒന്നും അറിയാത്ത ഒരു പാവം പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ തരുൺ നാളെ മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും അറിയാത്ത അനിതയെ കൊലപ്പെടുത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? അത് തന്നെയായിരുന്നു അനിതയുടെ ആശങ്കയും പിന്മാറ്റത്തിനുള്ള കാരണവും. ഏതായാലും ഈ സംഭവത്തോടെ അനിതയുമായി അടുക്കാൻ ശ്രമിച്ച തരുൺ ഏറെ നിരാശനായി. അതോടെ അനിതയുമായുള്ള ബന്ധവും അവിടെ അവസാനിക്കുന്നു. ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തരുണിനെ സംശയിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ചൗധരി തരുണിനെ 2 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ തരുൺ ഉടൻ തന്നെ നാട് വിടുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് തരുണിന്റെ ബാല്യകാല സുഹൃത്തു കൂടിയായ പ്രവീണിന്റെ എല്ലാ ഡോക്യുമെന്റ്സും മോഷ്ടിച്ചുകൊണ്ട് തരുൺ പൂനെയിലേക്ക് നാട് കടന്നത്. പൂനെയിലെത്തിയ തരുൺ പ്രവീൺ എന്ന പേരിൽ ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടും സ്വന്തമാക്കി. തുടർന്ന് 2009 നിഷയെ തരുൺ കാണുന്നത്. താൻ അനാഥനാണെന്നും തനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിഷയെ അദ്ദേഹം വലയിലാക്കി. തുടർന്ന് അവരെ വിവാഹം കഴിച്ചു. ആ നിഷയ്ക്കൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിൽ താമസിക്കുന്നത്. കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ തരുണിന് നിഷയിൽ 2 മക്കളും ഉണ്ടായി. തുടർന്നങ്ങോട്ട് ബാംഗ്ലൂരിൽ സ്ഥിര താമസമാക്കുകയായിരുന്നു തരുൺ. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അമ്മയുമായി ഒരിക്കൽ കൂടി ഫോണിലൂടെ ബന്ധപ്പെടാൻ തരുൺ ആഗ്രഹിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അമ്മയ്ക്ക് വിളിക്കുന്നത്, അമ്മയ്ക്ക് ഫോൺ ചെയ്യുന്നത്. ഈ അവസരത്തിലാണ് പോലീസ് അത് ടാപ്പ് ചെയ്യുകയും ഇപ്പോൾ ബാംഗ്ലൂരിലെ പോലീസ് സ്റ്റേഷൻ വരെ എത്തിച്ചേരുകയും വരെയുള്ള സംഭവങ്ങൾ ഉണ്ടായത് ആ ഒരു ഫോൺ കോളിൽ നിന്നാണ്. പ്രണയിച്ച കുട്ടിയെ സ്വന്തമാക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ ക്രൂരമായി കൊന്നവൻ തരുൺ മറ്റൊരാളായി വേഷം കെട്ടി മറ്റൊരു നാട്ടിൽ വ്യാജനായി ജീവിക്കേണ്ടി വന്ന തരുൺ സജിനി കൊല്ലപ്പെട്ട ആ നിമിഷം മുതൽ ഇന്നിപ്പോൾ പോലീസ് പിടിച്ച് ജയിലിലടക്കും വരെ ഒരു ദിവസം പോലും സമാധാനമായിട്ട് ഉറങ്ങിക്കാണില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇത്രയും കാലം പോലീസിന്റെ പിടിയിൽ പെടാതിരുന്ന തരുൺ അനുഭവിച്ചത് ക്രൂരമായ മാനസിക സമ്മർദ്ദങ്ങളാണ്. ഒരുപക്ഷെ അത് തന്നെയാണ് സജിനിയുടെ പ്രതികാരവും എന്ന് നമുക്ക് കരുതാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി.